അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം നിലമ്പൂർ ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നു. ഏകദേശം നല്ലൊരു മാർജിൻ തന്നെ UDF അവിടെ ജയിച്ചു. ഒരുപാട് അവകാശവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോട്ടെ, അങ്ങോട്ട് മാറ്റിയേക്കാം. അതെല്ലാം സ്ഥിരമായിട്ട് എല്ലാ ഇലക്ഷനിലും ഉണ്ടാവണതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം. ഓക്കെ, പക്ഷേ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു കൊടുങ്കാറ്റോടെ ആഞ്ഞടിച്ചിട്ട് തന്നെ ഉണ്ട്. അല്ലാതെ കണ്ട് 11,000 വോട്ട് ഷൗക്കത്തും വാങ്ങിച്ചു. ഷൗക്കത്ത് ജയിച്ചു 11,000 ചില്ലാൻ വോട്ടിന്. 19,000 ചില്ലാനും വോട്ടിന് അൻവറിനും കിട്ടി. അപ്പോൾ 30,000 ആൾക്കാർ എന്തായാലും നിങ്ങൾക്ക് എതിരാണ്. 30,000 ആൾക്കാർ, ആ 30,000 ആൾക്കാരാണ് നിങ്ങൾ എന്താണ് വർഗീയവാദികളാക്കി മാറ്റുന്നത്. അത് ശരിയല്ല. നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് നല്ലതും, അത് മറ്റുള്ള UDFന് കിട്ടിക്കഴിഞ്ഞാൽ അത് വർഗീയവാദം. അത് ശരിയായ പരിപാടിയല്ല. ഇത് BJP എന്താ പറയുക, നമ്മളെ കേരളത്തിന് പുറത്ത്, അതായത് UP അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യണ ഒരു പരിപാടിയാണിത്. അത് ശരിയല്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് ചേർന്ന പരിപാടിയല്ല അത്. തോറ്റു. അത് സ്വരാജ് മാന്യമായിട്ട് പറഞ്ഞല്ലോ. അവിടുന്ന് ഒരു ഇലക്ഷൻ ആകുമ്പോൾ ഒരാൾ ജയിക്കും തോൽക്കും, സംഭവം ശരിയാണ്. അങ്ങനെ അതിനെ കാണണം. എന്നിട്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് എന്താ പറയുക, പരിഹരിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുണ്ടെങ്കിൽ അങ്ങനെ പോകണം. അല്ലാതെ ഇതിന് ഒരുമാതിരി ജനങ്ങളെ മൊത്തം, വോട്ടർമാരെ മൊത്തം വെല്ലുവിളിക്കുന്ന ഒരു പരിപാടിയാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമല്ലാതെ ലാഭം ഉണ്ടാവില്ല. ഇത് കേൾക്കുന്ന ആൾക്കാർ മറ്റുള്ള ആളുകളും കൂടി ചിന്തിക്കലെന്താ അറിയോ, ഇപ്പോൾ വോട്ട് ചെയ്യാതായപ്പോൾ അവരൊക്കെ വർഗീയവാദി, അപ്പോൾ നാളെ നമ്മളെ അതുപോലെ ചെയ്യും. അങ്ങനെ ചിന്തിക്കണം നിങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അരിവാൾ ചുറ്റികങ്ങൾ വെച്ച് കഴിഞ്ഞാൽ തീർന്നു മക്കളെ. നിങ്ങൾ പൊന്നാനി മണ്ഡലത്തിലൊക്കെ അവിടെ നിങ്ങൾ ശക്തമായിട്ടുള്ള നിൽക്കുന്ന സ്ഥലമാണ്. ചിലപ്പോൾ അവിടെ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ജയിക്കുമായിരിക്കും. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ അരിവാൾ ചുറ്റിക കാണിച്ചോ, കെട്ട് ഇത് പാണക്കാട്ടെ മക്കളെ വാക്കാണ്, മനസ്സിലായേ? ഇത് പാണക്കാട് പിള്ളേർ കൊടുത്ത വാക്കാണ്. എന്തെന്ന് ആര്യാട ചൗക്കത്തിനെ വിജയിപ്പിച്ചിരിക്കുന്നു. അതവിടെ നിറവേറ്റി, അത്രേ ഉള്ളൂ. അതിനങ്ങനെ കണ്ടാൽ മതി. ഇനിയൊരു വർഷമല്ലേ നമുക്ക് കാണാം.